മാനസികാവസ്ഥയ്ക്കെതിരെയാണ് ഇനി നമുക്ക് പ്രവർത്തിക്കാനുള്ളത്. ആ മാനസികാവസ്ഥ എങ്ങനെയാണോ ഉണ്ടാകുന്നത് വളരെ കൃത്യമായി തന്നെ അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത്തരം ഒരു മാനസികാവസ്ഥയ്ക്ക് സഹായകമാകുന്ന സാഹചര്യം എന്തൊക്കെയാണോ അതിനെ നിർവീര്യമാക്കി തന്നെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ ഭീകര വിരുദ്ധ ദിനം ആചരിക്കുന്നത്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരു 100 സ്ഥലത്ത് ഇന്ന് ഇവിടെ കൊട്ടാരക്കര പ്രത്യേക സാഹചര്യത്തിൽ ഹോളിനുള്ളിൽ ഒതുക്കി രാവിലെയാക്കി എന്നേ ഉള്ളൂ. കാരണം ഇവിടെ എവിടെ ഒരു പൊതുപരിപാടി നടത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ല, അമ്പലത്തിലെ ഉത്സവം പോലുള്ളൂ. വളരെ നിർബന്ധമായി ഹിന്ദു ഐക്യവേദി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, പൊതുപരിപാടിയായി തന്നെ നടത്തണം എന്നത്. എല്ലാ സ്ഥലത്തും വലിയ പൊതുയോഗങ്ങളായി തന്നെ 100 പരിപാടികൾ കേരളത്തിൽ നടക്കണം എന്നുള്ളത് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനമാണ്. കാരണം ഇപ്പോഴത്തെ ഇന്നത്തെ പ്രത്യേക സാഹചര്യമാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമ്മെ നിർബന്ധിതമാക്കിയത്. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെയോ അല്ല, ഇനി നാളെ നിൽക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ നേരത്തെ പറഞ്ഞ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നത് അത് വളരെ ആസൂത്രിതമായി ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ അങ്ങനൊരു മനസ്സിവിടെ വാർത്തെടുത്തു വരുന്നു എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പഹൽഗാമിൽ എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? മാറാട് ചോദിക്കുമ്പോൾ പറയും 1ാം മാറാടിനുള്ള പ്രതികാരം. നമ്മളെപ്പോഴും കേൾക്കുന്നു മാറാടെന്ന് പറഞ്ഞാൽ 1ാം മാറാടിന്റെ പ്രതികാരമാണ് 2ാം മാറാട്. 2002 നടന്ന 1ാം മാറാട്. എന്താണ് 1ാം മാറാട്? അവിടെ ഒരു ഗാനമേള, ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ഗാനമേള നടക്കുന്നിടത്ത് ഉണ്ടായ ഒരു കോലാഹലം. ആ കോലാഹലം വളർന്ന് അത് എന്താ പറയുക സംഘടനത്തിനപ്പുറം കൊലപാതകങ്ങളിലേക്ക് നയിക്കുകയും 2 ഹിന്ദുവും 3 മുസ്ലിമും കൊല ചെയ്യപ്പെട്ടുകൊണ്ടത് അവസാനിക്കുകയും ഇതൊരു സംഘടനമായിരുന്നു. 2 മുസ്ലിങ്ങളും 2 ഹിന്ദുക്കളും 3 മുസ്ലിങ്ങളും മരിച്ചുകൊണ്ട് ആ 1ാമത്തെ സംഘടന രംഗം അവിടെ അവസാനിക്കും. അപ്പോൾ ആ 3-2 ആ 1-നായിരുന്നു ഇത്രയും ക്രൂരത ഇവിടെ കാണിച്ചത്. കൊന്നതാരെ എന്നറിയാതെ, കൊല്ലപ്പെടേണ്ടത് ആരെ എന്ന് നിശ്ചയിക്കാതെ, കരണ്ട് പോയ ഒരു ഇത്തിരി നേരം കൊണ്ട്, കരണ്ട് കെട്ടിന്റെ സമയമാണ്, ആ ഇത്തിരി നേരം കൊണ്ട് കൂട്ടത്തിൽ വന്നു മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ഈ പറന്നു വെട്ടിയത് ആ ഒരു മരണത്തിന് പ്രതികാരം കിട്ടാൻ വേണ്ടിയായി. അതാണ് അവർ പറഞ്ഞ് ഫലിപ്പിക്കുന്ന കാര്യം. ശരി, പഹൽഗാമിലും ആനന്ദത്തിന്റെ അത്യുന്നതിയിൽ നിൽക്കണവരൊക്കെ, കാരണം കുടുംബസമേതം ഒരു വിനോദ യാത്ര പോയി അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നോക്കി ഉറപ്പുവരുത്തി, ചോദിച്ച് നോക്കി ഉറപ്പുവരുത്തി മാറ്റി നിർത്തി കൊല്ലപ്പെടുമ്പോൾ അത് നമ്മൾ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടത്. അത് ഇപ്പോഴുണ്ടായ ഒരു മാനസികാവസ്ഥയായിരുന്നു. അത് കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്ത് ന്യായങ്ങളൊക്കെ ഉണ്ടാകും. കാശ്മീരിലെ 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞതുകൊണ്ടല്ലേ അത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ, അത് മറ്റേ മുത്തലാഖ് നിയമം നിരോധിച്ചത് കൊണ്ടല്ലേ, ഇങ്ങനെയുള്ള അല്ലേകളൊക്കെ. ഇപ്പൊ എൻ്റെ അച്ഛനൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അച്ഛൻ്റെയൊക്കെ തലമുറ അല്ലെങ്കിൽ 10-50 വയസ്സ് വരെയുള്ള ഹിന്ദു പുരുഷന്മാരൊക്കെ കാതുകുത്തി, ചെവി തുളയ്ക്കാതെ കാതുകുത്തി. ഒരു 50 വയസ്സിന് ഇപ്പുറത്ത് അത് അത്ര സാർവത്രികമല്ല. ഇപ്പൊ അഥവാ കുത്തിയാൽ ഒരു കാതേ കുത്തുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പറയാറുണ്ട്, ഇത് ആരും അംഗീകരിച്ചില്ലെങ്കിൽ ഇതൊരു ഭയത്തിൽ നിന്നാണ് ഈ കാതുകുത്തൽ ഒഴിവായിരിക്കുന്നതെന്ന്. അല്ലാതെ പാരമ്പര്യത്തെ നിഷേധിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ 1921-ലാകട്ടെ 46-47 കാലഘട്ടങ്ങളിൽ നടന്ന വർഗീയ കലാപങ്ങളിലാകട്ടെ, 1921-ൽ നടന്നത് പിന്നെ ഒരു പ്രദേശത്തുള്ളവരാണ് ലഹള നടന്നത്. അതുകൊണ്ട് അന്യോന്യം ചിലപ്പോൾ അറിഞ്ഞേക്കാം. 46-47 കാലഘട്ടങ്ങളിൽ നടന്ന വർഗീയ ലഹളയിൽ ആർക്കും ആരെയും അറിയാതെ ഈ പറഞ്ഞ പോലെ തന്നെ കൊന്നിടുകയാണ്. അപ്പൊ അന്ന് കൊല്ലപ്പെടാനുള്ള ഒരു കാരണം ഈ കാതായിരുന്നു. കാരണം ഒരാളെ കണ്ടാൽ കാത് കുത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കുകയാണ് ആൾ ഹിന്ദുവാണ്. ഒരു പുരുഷൻ കാത് കുത്തിയാൽ ഉറപ്പിക്കുകയാണ് അയാൾ ഹിന്ദുവാണ് എന്നത്. ആ ഹിന്ദുവാണെന്ന് ഉറപ്പിച്ചാൽ കൊല്ലുകയാണ്. അപ്പോൾ അടിവസ്ത്രം അഴിച്ചു വെക്കാതെ തന്നെ കാര്യം എളുപ്പം നടക്കുകയാണെങ്കിൽ കാത് കുത്തിയ പുരുഷന്മാരെല്ലാം ഹിന്ദുക്കളാണ് എന്നൊരു ധാരണയിലെത്തുന്നു. അപ്പോൾ ഈ ഭയമാണല്ലോ പൊതുവെ എല്ലാവരും. ഞാൻ എങ്ങനെയൊക്കെ ഒഴിഞ്ഞുപോയാൽ എൻ്റെ ജീവൻ രക്ഷിക്കാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നതിനിപ്പോൾ ചാട്ടവാറ അടിച്ചു എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ അല്ലാണ്ട് ഈ വർഗീയ വികാരത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിലേക്കല്ല, കാത് കുത്തിയില്ലെങ്കിൽ എൻ്റെ കുട്ടികൾ രക്ഷപ്പെടുമല്ലോ എന്ന ധാരണയിലായിരിക്കാം ഒരു പക്ഷേ ഹിന്ദു പുരുഷന്മാര് കാത് കുത്തണ്ട എന്നുള്ളതിലേക്ക് എത്തിയത് എന്ന് അച്ഛൻ്റെതായൊരു റീഡിങ് വെച്ച് മലപ്പുറത്ത് ജനിച്ച ആളാണ്. ഇതൊക്കെ സൂക്ഷ്മമായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് അറിയാവുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഇത് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഹിന്ദുക്കൾ മേലിൽ കാത് കുത്തണ്ട, പുരുഷന്മാർ കാത് കുത്തണ്ട തീരുമാനിക്കുക. അഥവാ ഇപ്പൊ കുത്തിയാൽ ഒന്നുമ കുത്തി, കാരണം ഒന്ന് കുത്തിയ ഫാഷനാണല്ലോ, ആചാരമല്ല എത്തേണ്ടി. അപ്പൊ അങ്ങനെ വെറും കാത് കുത്തിയിട്ടുണ്ടോ എന്ന് നോക്കി മാത്രം കൊല ചെയ്യപ്പെടേണ്ടി വന്ന ഒരു സമൂഹം എന്തിൻ്റെ പേരിലായിരുന്നു? അത് മതത്തിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ
നമ്മൾ അന്ന് 370-ാം വകുപ്പ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്താലല്ലേ എടുക്കണ്ടുള്ളൂ. അന്ന് 370-ാം വകുപ്പ് കൊടുത്തിട്ടില്ല, എടുക്കേണ്ട കാര്യമില്ല അല്ലേ? അല്ലെങ്കിൽ മുത്തലാഖിന് വേണ്ടിയായിരുന്നു, ആസാദ് കാശ്മീരിന് വേണ്ടിയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു 46, 47, 46-ലെ ഡയറക്റ്റ് ആക്ഷൻ പ്ലാനും കൂട്ടക്കൊലപാതകങ്ങളും ഒക്കെ നടന്നത്? അങ്ങനെ ലോക ചരിത്രത്തിൽ എവിടെയും എടുക്കുക. ചിലരുടെ തലയിൽ കല്ലിൽ കൊത്തിയതുപോലെ പതിച്ചു വെച്ചിട്ടുണ്ട്. അവർ ഒരു പക്ഷെ നിഷ്കളങ്കരാകാം, നിരപരാധികളാകാം. പക്ഷെ അവരുടെ തലയിൽ ദൈവം എഴുതിയതല്ല. വളരെ കൊച്ചുനാളിൽ കല്ലിൽ കൊത്തിയതുപോലെ അവരുടെ ബോധമണ്ഡലത്തിൽ ചിലത് കുത്തിവെക്കുന്നു. ഞങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ, ഞങ്ങളല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ല, ഞങ്ങളല്ലാത്തവരെ കൊന്നാൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട്. ഈ ഭൂമിയിൽ ഒരു പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും വേണം. അപ്പൊ കാശ്മീരിന്റെ മുഖച്ഛായ മാറുകയായിരുന്നു. ആയിരങ്ങൾ അവിടേക്ക് വിനോദയാത്രക്കാരായിട്ട് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനം കാശ്മീരിന്റെ മുഖച്ഛായ മാറ്റും. അവിടുത്തെ വെടിയൊച്ചകളുടെ ശബ്ദം പോകുന്നു, അവിടെ സാമ്പത്തികമായി വികസിക്കുന്നു, എല്ലാവർക്കും ഒരു തൊഴിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാശ്മീർ മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ അവരൊരു പക്ഷേ ഇവിടെ സ്വർഗമാണ് എന്ന് ചിന്തിച്ചേക്കാം. സാമ്പത്തികമായ ഒരു മുന്നോട്ടം വരുന്നു, സമാധാനപരമായ ഒരു ജീവിതം വരുന്നു. അപ്പൊ ഇവിടെ സ്വർഗമാണ് എന്ന് ചിന്തിക്കുമ്പോൾ എവിടെയോ കിടക്കുന്ന സ്വർഗത്തിന് വേണ്ടി കൊല്ലാൻ അവർ തയ്യാറാകുന്നു. എവിടെയോ കിടക്കുന്ന സ്വർഗത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ച് ഒരു കൊല്ലാൻ തയ്യാറാവില്ല. അപ്പൊ അവർക്കെന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണം. ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ എന്നും സോമാലിയെ പോലെ അല്ലെങ്കിൽ മറ്റേ ലിബിയെ പോലെ അവര് ബുദ്ധിമുട്ടിൽ തന്നെ കിടക്കണം. അവരെ നന്നാക്കണമെന്നല്ല ചെയ്യുന്നത്. അവർക്ക് ഈ ബുദ്ധിമുട്ടും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോഴാണ് ഈ കുട്ടിക്കാലത്ത് തലയിൽ കൊത്തിവെച്ച എവിടെയോ ഒരു സ്വർഗമുണ്ടെന്നും ആ സ്വർഗം കിട്ടാൻ ഇന്നതൊക്കെ ചെയ്താൽ മതി എന്നുള്ളതിലേക്ക് അവരെത്തണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ പ്രദാനം ചെയ്യണം. അപ്പൊ കാശ്മീരിന്റെ ശാന്തിയും സമാധാനവും തകർത്ത് ഒരർത്ഥത്തിൽ എല്ലാവരെയും ഭീകരവാദികളാക്കുക എന്ന ഉദ്ദേശം. കാരണം ജീവിക്കാൻ വഴിയില്ലെങ്കിൽ പിന്നെ വഴിക്കാച്ച പോവാലോ. അങ്ങനെ എല്ലാം ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരാക്കി മാറ്റുക. അങ്ങനെ എന്താണോ വരട്ട് മതതത്വവാദം പറയണത് അതിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക. മാറാടാണെങ്കിലും പഹൽഗാം ആണെങ്കിലും നമ്മളോട് പറയുന്നത് ഇതാണ്. മതത്തിന്റെ പേരിലുള്ള സംഘർഷങ്ങളല്ല ഈ കൊലപാതകങ്ങൾക്ക് ഒന്നും വഴിവെക്കില്ല. അവിടെ കാശ്മീരിൽ ഒരു സംഘർഷവും നടന്നിട്ടില്ല. പോവാൻ പറഞ്ഞപ്പോൾ ഓടിപ്പോയിട്ട് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഹിന്ദു. 90കളുടെ തുടക്കത്തിൽ റലീവ് ഗലീവ് യാ ഷരീഫ് എന്ന് വാതിലിന്റെ പുറത്ത് ഒട്ടിച്ചു വെച്ചപ്പോൾ, അതായത് ഒന്നുകിൽ നിങ്ങൾ താഴ്വര വിട്ടുപോവുക, അല്ലെങ്കിൽ മതം മാറുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക, 3 ഓപ്ഷൻ കൊടുത്തിരുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കണ പോലെ 3 ഓപ്ഷൻ കൊടുത്തിരുന്നു. ഒന്നുകിൽ താഴ്വര വിട്ടുപോവുക, താഴ്വര മുസ്ലിമിന്റെയാണ്, താഴ്വര വിട്ടുപോവുക, അല്ലെങ്കിൽ മതം മാറുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക. ഈ നോട്ടീസ് കൈപ്പറ്റി തിരിഞ്ഞൊന്നും നിന്നിട്ടില്ല. 921 മലബാറിലെ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും ഹിന്ദുക്കൾ ചെയ്തതുപോലെ തന്നെ തിരിഞ്ഞൊന്നും നിൽക്കാതെ ഭാണ്ഡവും മുറുക്കി ഓടി അല്ലെങ്കിൽ ചത്തു കൊടുത്തു. 2 കാര്യം അവർ ചെയ്തത്. ഒന്നുകിൽ ചത്തു കൊടുത്തു, അല്ലെങ്കിൽ ഭാണ്ഡവും മുറുക്കി ഓടിപ്പോയി. അപ്പൊ മതസംഘർഷമല്ല കാശ്മീരിന്റെ വിഷയം. ഏതെങ്കിലും വിധത്തിലൊരു മതസംഘർഷം ഉണ്ടായിട്ടില്ല. ഈ മരിച്ചവരെല്ലാം ഒരു പക്ഷെ അതേ തരത്തിൽ അങ്ങേ തലയ്ക്ക് പോയി നിൽക്കുന്നവരും ആയിരിക്കാം. പക്ഷെ എന്നിട്ടും കൊല്ലാൻ സാധിച്ചത് അവരുടെ തലയിൽ ഈ കുട്ടിക്കാലത്ത് കയറ്റി വെക്കപ്പെട്ടിട്ടുള്ള മതതത്വങ്ങളാണ്. അതിനെ അഡ്രസ് ചെയ്യാതെ, അത് നിർവീര്യമാക്കാതെ നമുക്കൊരിക്കലും ശാന്തിയും നമ്മളാരും സുരക്ഷിതരല്ല. അതൊരു നിർവീര്യമാക്കാതെ നമ്മളാരും ലോകത്ത് നിന്ന് തന്നെ പറയാം, ആരും സുരക്ഷിതരല്ല എന്നുള്ളതാണ് അവസ്ഥ. കാരണം ആർക്കാണ് ഈ ഭ്രാന്ത് കയറുക തലയിൽ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു വിശേഷമായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത്തരക്കാർക്ക് നമ്മൾ പറയുമല്ലോ, മറ്റേ കുരങ്ങൻ തന്നെ സ്വതവേ ചാബല്യമുള്ളവരാണെന്നാണ്. കുരങ്ങന്റെ അല്ലേ, കുരങ്ങത്തരം എന്ന് പറഞ്ഞാൽ ഒരു ചാബല്യമാണല്ലോ. ആ കുരങ്ങൻ കള്ളുടിച്ചാൽ എങ്ങനെയിരിക്കും? ആ കള്ളു കുടിച്ച കുരങ്ങനെ പിന്നെ തേളും കൂടി കടിച്ചാൽ എങ്ങനെയിരിക്കും ചോദിച്ചിട്ടുണ്ടല്ലേ? കുരങ്ങനെ ചാബല്യമാണ്. ആ കുരങ്ങൻ കള്ളു കുടിച്ച കുരങ്ങനെ പിന്നെ ഒരു തേളും കുത്തിയാൽ ആ കുരങ്ങന്റെ വിക്രി എന്തുപോലെയായിരിക്കും? അതുപോലെ ഇസ്ലാമിക മത ഭീകരത വളരെ കൊച്ചുനാൾ മുതൽ തന്നെ തിരച്ചിൽ അടിച്ച് കയറ്റി ഞങ്ങളല്ലാതെ വേറൊന്നുമില്ല, ഞങ്ങളല്ലാതെ വേറൊന്നും ശരിയല്ല, ഞങ്ങളല്ലാതെ വേറൊന്നും കാണരുത്, ഞങ്ങളല്ലാതെ വേറൊന്നും കേൾക്കരുത് എന്നിങ്ങനെ പഠിച്ച് വരുന്നവര് അവർക്ക് ഈ പറഞ്ഞമാതിരി കുരങ്ങനെ ഏണി വെച്ചു കൊടുത്ത പോലെ, കുരങ്ങനെ കണ്ടുപിടിപ്പിച്ച പോലെയോ അവർക്ക് കിട്ടുന്ന രാഷ്ട്രീയ പിൻബലം ഇപ്പോഴും ഇസ്ലാമിക ഭീകരവാദം എന്നൊന്ന് ഉറപ്പിച്ച് പറയാനുള്ള നട്ടല് ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. പഹൽഗാമിൽ എന്താണ് സംഭവിച്ചത്? പഹൽഗാമിൽ ഭീകരാക്രമണമാണ് സംഭവിച്ചത്. വർഗീയത തൊലയട്ടെ. ഏത് വർഗീയത തൊലഞ്ഞാലും ഒരു കുഴപ്പമൊന്നുമില്ല. വർഗീയത തൊലയട്ടെ, നടന്നത് ഭീകരാക്രമണമാണ് എന്ന് പറയാതെ ഇസ്ലാമിക ഭീകരാക്രമണം എന്ന് പറയാൻ മടിക്കുന്ന, പറയാൻ അറയ്ക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇവരുടെ ജീവൻ എടുത്തതിൽ മുഖ്യപ്രതി.